എല്ലാവർക്കും നമസ്കാരം. ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെയും CPIM നേതാവ് സഖാവ് സുരേഷ് കുറുപ്പിനെയും സദസ്സിലുള്ള നിങ്ങളേവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കേരള രാഷ്ട്രീയത്തിലെ പ്രഗത്ഭരായ ഈ രണ്ട് നേതാക്കളെ അവരെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ അത് അനുചിതമായിരിക്കും. എന്നാൽ അവരെ രണ്ടുപേരെയും ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പൊതുവായുള്ളൊരു സവിശേഷതയെക്കുറിച്ച് സൂചിപ്പിക്കാതെയും വയ്യ. അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതി, വിദ്യാർത്ഥി കലാലയ ജീവിതകാലത്ത് തന്നെ വായനയും ഇതര സാംസ്കാരിക പ്രവർത്തനങ്ങളിലും മുഴുകുകയും വായനയിലൂടെ ഒരു പുതിയ സാമൂഹിക സങ്കല്പം സ്വരൂപിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അവർ രണ്ടുപേരും. വിശേഷിച്ചും 1970-കൾ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനപ്രകാരം ഇന്ത്യയിലൊട്ടാകെ ഉണ്ടായിട്ടുള്ള കലാലയങ്ങളിലും വിദ്യാർത്ഥികളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ ആവേശോജ്വലമായ ഒരു പുതിയ സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള വലിയൊരു അല ഇന്ത്യയൊട്ടുക്ക് ഉണ്ടായൊരു കാലത്താണ്. വാസ്തവത്തിൽ അതാണ് 70-കളിലെ തലമുറ വാസ്തവത്തിൽ വായനയെ, പുസ്തകം കയ്യിലെടുക്കൂ, വിശക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കൂ, അതൊരായുധമാണ് എന്ന ബ്രത്തിൻ്റെ വരികൾ നമ്മുടെ ക്യാമ്പസ് ചുമരുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ട ഒരു കാലമാണ്. ഞാൻ അത് നീട്ടുന്നില്ല. വായനയിലൂടെ തന്നെ സ്വരൂപിച്ച ഒരു സാമൂഹിക ലോകബോധത്തിൽ നിന്നാണ് ഈ രണ്ടു പേരും പൊതുപ്രവർത്തന രംഗത്ത് മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ പൊതുപ്രവർത്തകരായി അവർക്ക് മാറാൻ കഴിഞ്ഞതിൻ്റെ പിന്നിൽ അവർ വായനയിലൂടെ കൂടി നേരിട്ടുള്ള ലോകാനുഭവത്തിലൂടെ, ജീവിതാനുഭവങ്ങളിലൂടെ മാത്രമല്ല, വായനയിലൂടെ, ആഴമേറിയ വായനയിലൂടെ സ്വരൂപിച്ച ഒരു ലോകബോധത്തിൽ നിന്നുകൂടിയാണ് അവർ അവരുടേതായ രണ്ട് പ്രത്യയശാസ്ത്രത്തെ പിന്തുടരാനും മറ്റും തീരുമാനിച്ചിട്ടുള്ളത്. എഴുത്തിൻ്റെയും വായനയുടെയും മണ്ഡലങ്ങളിലെ ബഹുസ്വരത നൽകുന്ന ഒരു വിവേചനശേഷിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ബലമാണ് അക്കാലത്ത് വായനയിലൂടെ രണ്ട് ഭിന്ന പ്രത്യയശാസ്ത്രങ്ങളിലേക്കാണ് അവർ വന്നിട്ടുള്ളത്. വായനയുടെ ഒരു വലിയ ബഹുസ്വരതയുടെ ഒരു ലക്ഷണം കൂടിയാണത്. കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇവിടെ ഇരിക്കുന്ന രണ്ടുപേരും പ്രതിനിധീകരിക്കുന്നത് എങ്കിലും ആ പാർട്ടികൾക്കും ഒരു പൊതു സവിശേഷതയുണ്ട്. ഈ രണ്ട് വ്യക്തികൾക്ക് തമ്മിലുള്ള ഒരു സാദൃശ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾക്കും നമുക്ക് വ്യത്യസ്തരാണ്, പരസ്പരം കലഹിക്കുന്നവരാണ് എന്നൊക്കെ തോന്നുന്നെങ്കിലും അവർക്കും ഒരു പൊതു സവിശേഷതയുണ്ട്. സമത്വത്തിനും മാനവികതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട ജനാധിപത്യ പാർട്ടികളാണ് അവ. അവയുടെ ഐഡിയോളജി സൂക്ഷ്മരൂപത്തിൽ വ്യത്യസ്തങ്ങളാണെങ്കിലും അവർ നിലയുറപ്പിക്കുന്ന ഈ രാജ്യത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും മനുഷ്യ സമത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും എല്ലാമുള്ള സങ്കല്പങ്ങളിൽ ഐക്യപ്പെടുന്ന രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുമാണ് പ്രതിനിധികളാണ് വാസ്തവത്തിൽ അവരെന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാരണം അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ടെലിവിഷൻ ചാനലുകളിലും മറ്റും ഈ പാർട്ടികളുടെ പ്രതിനിധികളെ വിളിച്ചിരുത്തി പരസ്പരം പോരടിപ്പിക്കുകയും വലിയ ശത്രുക്കളായി ഭാവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ വായന മനുഷ്യനെ ഒരുമിപ്പിക്കുന്നതിൻ്റെയും കൂടി ഒരു സൂചനയായിട്ട് വേണമെങ്കിൽ ഈ രണ്ടുപേരുടെയും കൂടിച്ചേർന്ന ഈ സെഷനെ നമുക്ക് കാണാൻ കഴിയും. വിശേഷിച്ചും രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ വെല്ലുവിളി നേരിടുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ഒരുപോലെ ശക്തി പ്രാപിക്കുകയും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യേണ്ട സ്വീകാര്യവും പ്രസക്തവുമായ രണ്ട് മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളുമായി വായനയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിച്ചു തുടങ്ങാം. ഞാൻ ആദ്യമായി ചോദിക്കാൻ പോകുന്നത് ശ്രീ വി ഡി സതീശനോടാണ്.
അത് വി ഡി സതീശൻ നിങ്ങൾക്കെല്ലാവർക്കും അറിയും പോലെ വായനയെ വളരെ കാലമായി കൂടെ കൊണ്ടു നടക്കുകയും വായനയിൽ അഭിരമിക്കുക തന്നെ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം. വായിക്കുക മാത്രമല്ല, വായിച്ച പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ട എഴുത്തുകാരെ ഫോണിലൂടെയും മറ്റും ഒക്കെ ബന്ധപ്പെട്ട് സ്വാഭിമതം വെളിപ്പെടുത്തുകയും വിയോജിപ്പുകൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന, വായനയെ വളരെ ഒരു ആക്ടിവിസമായി തന്നെ കാണുന്ന ഗാഢമായ വായനയുടെ സംസ്കാരമുള്ള ഒരാളാണ് അദ്ദേഹം. രാഷ്ട്രീയ പ്രവർത്തകരും ഈ വായനയും തമ്മിൽ എന്താണ് പൊരുത്തം? വായിക്കുന്നതും എഴുത്തുകാർ എഴുതുന്നതും രാഷ്ട്രീയക്കാർ പൊതുപ്രവർത്തനം നടത്തുന്നതും എല്ലാം ഒരു നല്ല സമൂഹത്തിനും നല്ല മനുഷ്യനും നല്ല ജനാധിപത്യത്തിനും സമത്വബോധത്തിനും എല്ലാം വേണ്ടിയാണ്. അപ്പോൾ ആ ഘടകങ്ങളെല്ലാം ഒരു സമഗ്രതയിലേക്ക് കൊണ്ടുവരാൻ വായനയുടെ ആവശ്യമുണ്ട്. ഇപ്പോൾ ടോൾസ്റ്റോയിൽ നിന്നുള്ള വലിയ പ്രചോദനമാണ് വാസ്തവത്തിൽ മഹാത്മാഗാന്ധി എന്ന വ്യക്തിയുടെ ആദ്യകാല ചിന്തയെയും പൊതുപ്രവർത്തനത്തെയും നിർണയിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞാൻ വി ഡി സതീശനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ വൈജ്ഞാനിക സാഹിത്യം മാത്രമല്ല, പൊളിറ്റിക്കൽ റൈറ്റിങ്സ് മാത്രമല്ല, ക്രിയേറ്റീവ് റൈറ്റിങ്സും സർഗാത്മക സാഹിത്യവും വൈജ്ഞാനിക സാഹിത്യവും ഇവയുടെ എല്ലാം പാരായണത്തിലൂടെ നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്ന ഈ ലോകബോധം, ഈ മാനവികത, ഈ ജനാധിപത്യ ബോധം, ഇതിലേക്കൊക്കെ എത്തിച്ചേരാൻ താങ്കളെ സഹായിച്ച വായനയുടെ ഒരു പശ്ചാത്തലം വിശദമാക്കാമോ? വളരെ നല്ല ഒരു ചോദ്യമാണ്. ഒന്ന്, നമ്മുടെ ഉള്ളിലൊരു ജനാധിപത്യ ബോധം ഉണ്ടാക്കിയെടുക്കാൻ, അതിൻ്റെ സവിശേഷതകൾ എന്താണ് എന്ന് ബോധ്യപ്പെടുത്താൻ വായന ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എൻ്റെ ചരിത്ര വായനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്ര വായനയാണ്. അപ്പോൾ അന്നത്തെ ആ ലിറ്ററേച്ചർ, ഇപ്പോൾ ഹോളോകാസ്റ്റ് ലിറ്ററേച്ചർ എന്നൊക്കെ നമ്മൾ പറയും, അത് നന്നായി വായിക്കും. ആ സിനിമകൾ കാണും. ഞങ്ങൾക്കൊരു കൂട്ടുകാരുണ്ട് കുറച്ച് പേര്. പിന്നെ അവിടെ പോയി ആ സ്ഥലങ്ങൾ കാണും. അപ്പോൾ എന്നെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് ആ ഞാൻ കുറച്ച് നാളായി ഇത് പറയുന്നു, ആവർത്തിച്ച് പറയുന്നു, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായ മഹാദുരന്തങ്ങൾ, 2 മഹായുദ്ധങ്ങൾ, ഏകാധിപതികളുടെ വളർച്ച, ഹിറ്റ്ലർ, മുസോളിനി, സ്റ്റാലിൻ തുടങ്ങിയവരുടെ വളർച്ച, കൊലപാതകങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുന്നു, ദാരിദ്ര്യം, പട്ടിണി, ദുരിതം, നമുക്കൊരിക്കലും ഓർക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടമാണ്. പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതി 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ആവർത്തിക്കപ്പെടുകയാണ്. വേറെ ഫോർമാറ്റില്ല. ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല, വലിയ തോതിൽ ഏകാധിപതികളായ ഭരണാധികാരികൾ അധികാരത്തിലേക്ക് വരികയാണ്. അവരുടെ കൺട്രോളിലാണ് കംപ്ലീറ്റ്. അപ്പോൾ അന്നുണ്ടായിരുന്ന പോലെയാണോ എന്ന് വെച്ചാൽ ഇന്നത്തെ ആധുനികമായ സങ്കേതങ്ങൾ കൂടി അവർ ഉപയോഗിക്കുകയാണ്. അന്നത്തെ ഏകാധിപതികളെക്കാൾ ശക്തരാണ് ഇപ്പോഴത്തെ ഏകാധിപതികൾ. അന്ന് ഹിറ്റ്ലർക്ക് ഗീബൽസ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഏകാധിപതികൾക്ക് ഇഷ്ടംപോലെ PR ഏജൻസികളുണ്ട്. അവരതിനെ ഫലപ്രദമായിട്ട് അവരതിനെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മളന്ന് സ്വാതന്ത്ര്യ സമരകാലത്ത് നാഷണലിസം പറഞ്ഞുവെങ്കിൽ അവർ പറയുന്നത് ഹൈപ്പർ നാഷണലിസമാണ്. ഇപ്പോൾ പോപ്പുലിസ്റ്റാണ് എന്നാണ് പറയുന്നത്. പുതിയ പുതിയ വാക്കുകളെല്ലാം ഇവരുണ്ടാക്കി. സംഭവം മറ്റേത് തന്നെയാണ്, സംഭവം പഴയത് തന്നെയാണ്. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക. അപ്പം മീഡിയ എന്ന് പറയുന്നത് അന്നത്തെ പ്രത്യേകത എന്താ? വേറൊരു മീഡിയ ഇല്ല, ഔദ്യോഗിക മീഡിയ മാത്രം. ഔദ്യോഗികമായി പുറത്തേക്ക് പറയുന്ന ശബ്ദം മാത്രം പുറത്ത് കേട്ടാൽ മതി. അപ്പം ഇപ്പം അതല്ല ചെയ്യുന്നത്. ഇപ്പം മീഡിയ ഉണ്ട്. മീഡിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മീഡിയ ഉണ്ട്. പക്ഷെ മീഡിയ കൈപ്പിടിയിലാണ്, മീഡിയ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഔദ്യോഗിക മീഡിയയ്ക്ക് തുല്യമായ മീഡിയ തന്നെയാണ്. വല്ല 1-2 ഒക്കെ ശബ്ദങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കേൾക്കുന്നുണ്ട്. ഇതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാം വിധേയരാകുക. അപ്പോൾ വിധേയരാക്കി മാറ്റുകയാണ്, ആളുകളെ മുഴുവൻ മാറ്റുകയാണ്. ഈ ഒരു മാറ്റം ഒരു ഭൂതകാലത്തിൻ്റെ വായന നമ്മളെ ഭീതിപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ ഇതൊക്കെ കാണുമ്പോൾ പഴയ കാലത്തെ ഞാൻ ഓർക്കുകയാണ്. ഇപ്പം നമ്മുടെ സാമൂഹ്യ ബോധം, ഇപ്പം നമ്മുടെ സാമ്പത്തികമായ നമ്മുടെ കാഴ്ചപ്പാട്, എല്ലാ മാറ്റങ്ങൾക്കും ഒരു സോഷ്യോ ഇക്കണോമിക് ചേഞ്ച് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ സാമ്പത്തിക മാറ്റങ്ങൾ,
ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുതിയ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെല്ലാവരും അതിനെക്കുറിച്ച് വളരെ വ്യാകുലരാണ്. അവരതിനെക്കുറിച്ചുള്ള അവരുടെ എഴുത്തുകൾ, പുതിയ ലോകക്രമത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, അപ്പം നമ്മുടെ ചുറ്റുപാടുകളും വർത്തമാനകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളും ഭൂതകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളും, അതുപോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ വൈജ്ഞാനിക സാഹിത്യം എന്ന് ജോൺ ചേട്ടൻ പറഞ്ഞു, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഒരു വായന അതും ഭയപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് ഈ ഭരണാധികാരികളുടെ കൈകളിലേക്ക് ഇതുപോലുള്ള ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവരെങ്ങനെയായിരിക്കും മിസ്യൂസ് ചെയ്യുന്നത്? ഭാഗ്യത്തിന് ഹിറ്റ്ലറുടെയും സ്റ്റാലിൻ്റെയും കാലത്ത് സോഷ്യൽ മീഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവരുടെ കാലത്ത് സോഷ്യൽ മീഡിയയും ഒക്കെ ഇവർ നമ്മളറിയാതെ നമ്മളെ ഒരു ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളറിയാതെ അവരുടെ കൺട്രോളിലാണ് ദി എൻറ്റയർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക്. നാം പറയും ആൽഗരിതം ഡ്രിവൺ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അവരുടെ കയ്യിലാണ്. അപ്പോൾ നമുക്ക് ഈ വായന ഇതിനെ ചെറുത്ത് നിൽക്കണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കി തരികയും അതിനോട് കോംപ്രമൈസ് ചെയ്യരുത് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിലുണ്ടാകുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ലോകക്രമത്തിൽ, രാഷ്ട്രീയ ക്രമത്തിൽ, സാമ്പത്തിക ക്രമത്തിലൊക്കെ മാറ്റമുണ്ടായപ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ യുഗത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു എന്ന് മുഴുവൻ ആളുകളും വിശ്വസിച്ചു. എങ്കിലും ഒരു മടങ്ങിപ്പോക്കിൻ്റെ അപകടകരമായ കാലത്താണ് എന്ന് എൻ്റെ സമകാലിക വായനയും ചരിത്ര വായനയും എന്നെ ഭീതിപ്പെടുത്തുന്നു. അതാണ്. അതെ, സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1970-കളിൽ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ കാലാവസ്ഥ വലിയ ഒരു പുകച്ചിൽ അനുഭവിച്ചുകൊണ്ടിരുന്നൊരു കാലത്താണ് അദ്ദേഹം വായനക്കാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു കൾച്ചറൽ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ. എനിക്കറിയാം അക്കാലത്ത് വ്യത്യസ്തമായ നമ്മുടെ ഈ തിയേറ്ററുകളിൽ വരുന്ന പോപ്പുലർ സിനിമയ്ക്ക് ബദലായ കലാസിനിമകൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന തരം സിനിമകൾ ക്യാമ്പസുകളിൽ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ബദൽ രാഷ്ട്രീയം മാത്രമല്ല, ഒരു ബദലായ സാംസ്കാരിക ആവിഷ്കാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതാണെന്ന ബോധ്യത്തോടെ കലാലയ ജീവിതം നയിച്ചൊരു ആളാണ് സുരേഷ് കുറുപ്പ്. ആ കാലത്ത് സുരേഷിൻ്റെ ഈ വായന എങ്ങനെയാണ് ഈ പൊതുവായ ഒരു സമഗ്രമായ ഒരു ജനാധിപത്യ ആധുനിക ബോധം സൃഷ്ടിക്കുന്നതിൽ വായനയും മറ്റുമൊക്കെ എങ്ങനെയാണ് പങ്കുവച്ചത്? മറുപടി പറയുന്നതിന് മുമ്പ് ഈ മാതൃഭൂമിയുടെ ഈ അക്ഷരോത്സവത്തിലേക്ക് എന്നെ ക്ഷണിക്കുകയും പ്രിയപ്പെട്ട സതീശനുമൊത്തുള്ള ഒരു വേദി അനുവദിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രേയംസ് കുമാറിനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജശേഖരനും ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ അക്ഷരോത്സവത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ഇവിടെ പറയുന്ന ഈ വിഷയമുണ്ടല്ലോ, വായന മറ്റൊരു രാഷ്ട്രീയമാണ് എന്നുള്ളത്, അത് മറ്റൊരു എന്നൊരു വാക്കിൻ്റെ ആവശ്യമില്ല. വായന രാഷ്ട്രീയമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ്, അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് വായന. അത് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണത്തെ കൂടുതൽ വികസ്വരമാക്കും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ വീക്ഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ 2 പുസ്തകങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒന്ന് അദ്ദേഹം എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, മറ്റൊന്ന് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി. ഇത് രണ്ടും വൈവിധ്യങ്ങളെ ആഘോഷിക്കുന്ന പുസ്തകമാണ്. പ്രത്യേകിച്ച് ഡിസ്കവറി ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത്, ഇന്ത്യ എങ്ങനെയൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആവണം എന്നുള്ളതെല്ലാം ഉള്ള ഒരു വലിയ ബോധം എനിക്ക് മനസ്സിലാക്കി തന്നത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണ്. അതൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ്, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ത്യ വൈവിധ്യങ്ങളുടെ ഒരു സ്ഥലമാണെന്നും ആ വൈവിധ്യങ്ങൾ എല്ലാം കൂടി ഒന്നിച്ചു നിൽക്കുന്നതാണ് ഇന്ത്യയെന്നും ആ വൈവിധ്യങ്ങളെ ആഘോഷമാക്കുന്നതാണ് ഇന്ത്യയെന്നും ആദ്യമായിട്ട് ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് എൻ്റെ കൊച്ചു പട്ടണത്തിലിരുന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ഈ പുസ്തകമാണ്. പിന്നീട്
എൻ്റെ പല വായനകളും അതിനെ അരക്കെട്ടുറപ്പിച്ചതാണ്. അപ്പൊ ഈ സതീശൻ ഇവിടെ പറഞ്ഞ മാതിരി ഈ വൈവിധ്യങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു വലിയ സംഘടിതവും ആസൂത്രിതവുമായ ശ്രമം ഇന്ത്യയിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പം ഇത് തെറ്റാണ്, ഇത് ചെറുക്കേണ്ടതാണ്, ഇതിനെ എന്ത് വില കൊടുത്തും ഒന്നിച്ച് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണെന്നുള്ള വലിയ രാഷ്ട്രീയ ബോധം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം എന്നിൽ ഉളവാക്കുന്നത് എൻ്റെ വായനയാണ്. അതിനെനിക്ക് യാതൊരു സംശയവുമില്ല. രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണെങ്കിലും അവർ രണ്ടുപേരും ഒരുപോലെ വായനയിൽ നിന്ന് സ്വരൂപിച്ച അനുഭവത്തിൻ്റെയും പുതിയ ഒരു ലോകബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയുണ്ടായി. സുരേഷ് കുറുപ്പ് പറഞ്ഞതുപോലെ വായനയും മറ്റൊരു രാഷ്ട്രീയമാണെന്നല്ല, എഴുത്തും മനുഷ്യൻ്റെ ഏത് ലൗകിക വ്യവഹാരങ്ങളും രാഷ്ട്രീയം ഉൾച്ചേർന്നതായതിനാൽ വായനയും സ്വാഭാവികമായും വായനയ്ക്കും ഒരു രാഷ്ട്രീയമുണ്ട്. അത് അതിൻ്റെ ഒരു സാഹിത്യ സൈദ്ധാന്തിക മട്ടിലല്ല നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് മാത്രം. വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ പല ഈ എന്താ പറയുക വെറും സാഹിത്യമാത്ര ചിന്തകളുള്ള ആളുകൾ ഈ സമീപകാലത്ത് ചോദിച്ചു തുടങ്ങിയ ഒരു ചോദ്യം, രാജ്ദീപ് സർദേശായി പങ്കെടുക്കുന്ന ഒരു സാഹിത്യോത്സവത്തിൽ സദസ്സിൽ നിന്ന് ക്ഷുഭിതനായ ഒരാൾ ചോദിച്ചു, സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു ദിക്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് എന്താണ് കാര്യം എന്ന മട്ടിൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു അജ്ഞതയിൽ നിന്നാണ്. വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരും സാഹിത്യകാരന്മാരും സമൂഹത്തിൽ എല്ലാ കൈത്തൊഴിലെടുക്കുന്ന ആളുകളും എല്ലാം കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ശാരീരികവും സർഗാത്മകവുമായിട്ടുള്ള പലതരം പ്രവൃത്തികളാലാണ് ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയും ആ സമൂഹത്തിൻ്റെ ഐഡിയോളജി രൂപപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് എന്നത് ഇന്ന് വാസ്തവത്തിൽ ഒരു പ്രാഥമിക ജ്ഞാനം മാത്രമാണ്. പക്ഷേ എന്നാലും ഈ ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലെ മറ്റൊരു സംഗതി എന്താ വെച്ചാൽ, ഈ എഴുത്തിലെയും വായനയിലെയും രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോഴേക്കും അത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ എന്തോ മുദ്രാവാക്യ വിളികളാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കക്ഷിക്ക് വേണ്ടി എഴുതപ്പെടുന്ന സാഹിത്യമാണെന്നോ ഒക്കെ സാധാരണ ജനങ്ങൾ, സാമാന്യ ജനങ്ങൾ, വായനയുമായി അടുത്ത പരിചയമില്ലാത്ത സാധാരണക്കാർ തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ്. പക്ഷേ നിരൂപകരെന്നും ബുദ്ധിജീവികളെന്നും ഒക്കെ പറയുന്ന ആളുകളും നമ്മുടെ മാധ്യമങ്ങളിൽ എഴുതുമ്പോൾ പലപ്പോഴും ഈ സാഹിത്യത്തിൽ രാഷ്ട്രീയം കലർത്തണോ എന്ന് ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മളാരും പ്രത്യേകിച്ച് കലർത്തേണ്ടതില്ല. രാഷ്ട്രീയവും കൂടി കലർന്നതാണ് മനുഷ്യൻ്റെ ഏത് നിർമ്മിതിയും. ഞാൻ വി ഡി സതീശനോട് ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു സംഗതി, ആ മട്ടിലുള്ള ഒരു വായന ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ താങ്കൾ ഒരു പൊളിറ്റീഷ്യനായി ഇരിക്കെ തന്നെ താങ്കൾ കൂടുതൽ വായിക്കുന്നത് ക്രിയേറ്റീവ് ലിറ്ററേച്ചറാണ്. ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എപ്പോഴും വാസ്തവത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഉദ്ബോധനം പ്രകടമായി നടത്തുന്നതല്ല. പക്ഷെ എന്നാലും ആ കൃതികൾ താങ്കളെ സ്വാധീനിക്കുകയും ആകർഷിക്കുകയും അതിൽ നിന്ന് എന്തൊക്കെയോ ചില നന്മകൾ സ്വരൂപിക്കുകയും ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് ആ പ്രവർത്തനം? അതിപ്പോ എഴുത്തുകാരൻ എന്ന് പറയുന്നത് സർഗാത്മക സാഹിത്യ സൃഷ്ടാവ്, അദ്ദേഹം ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാണ്. എഴുത്തിൻ്റെ ഭാവനയുടെ ഇമാജിനേഷൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭൂമിക ക്രിയേറ്റ് ചെയ്യാണ്. അദ്ദേഹം നമ്മളെ അങ്ങോട്ട് കൈകൂട്ടി കൊണ്ടുപോവുകയാണ്. നമ്മളറിയാത്ത ഒരു ലോകത്തു കൂടി നമ്മളെ എഴുത്തുകാരൻ കൈപിടിച്ച് നടത്തുകയാണ്. നമുക്കറിയാത്ത മനുഷ്യ സമൂഹത്തിലെ ഓരോ വ്യത്യസ്തതകൾ, കഥാപാത്രങ്ങൾ, സാമൂഹ്യ സാഹചര്യങ്ങൾ ഇപ്പോൾ MTയുടെ 4 കെട്ട് വായിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്? നമുക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരിതാണ്. ഇപ്പോൾ ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും, ആ ഒരു നോവല് എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ളൊരു നോവലാണ്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടുകളിലും എന്താണ് നടക്കുന്നത്, മനുഷ്യ ജീവിതങ്ങൾ എന്താണ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താ, മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ പ്രയാസങ്ങൾ അകറ്റാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ
നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നത്തിൻ്റെ പേരാണ് രാഷ്ട്രീയം എന്ന്. അതിന് കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞ ചെറിയ ഒരു ഇടുങ്ങിയ ഇതിലേക്ക് അതിനെ വലിച്ചു കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ല. അൾട്ടിമേറ്റ് ആയിട്ട് എന്തിനാണ് പ്രത്യയശാസ്ത്രങ്ങൾ? ഐഡിയോളജി, ഓരോ ഇപ്പോൾ ഗാന്ധിയൻ ഐഡിയോളജി, മാർക്സിയൻ ഐഡിയോളജി, എല്ലാത്തിൻ്റെയും പരമമായ ലക്ഷ്യം എന്താ? പരമമായ ലക്ഷ്യം മനുഷ്യൻ്റെ നന്മയും അല്ലേ, അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും മനുഷ്യൻ്റെ പൊതുവായിട്ടുണ്ടാകേണ്ട കാര്യങ്ങളുമാണ്. അത് മനുഷ്യൻ ആരാണെന്ന് നമ്മൾ അറിയണ്ടേ? ജീവിതാവസ്ഥകൾ എന്താണെന്ന് അറിയണ്ടേ? ജീവിതാവസ്ഥകളാണ്, ഓരോരുത്തരുടെയും ജീവിതാവസ്ഥകളാണ്. ആ സങ്കടങ്ങളെ കാണാൻ, പ്രയാസങ്ങളെ കാണാൻ ഒക്കെ അത്തരം എഴുത്തുകൾ, അത്തരം രചനകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് മുഹൂർത്തങ്ങൾ, ഒരുപാട് കഥകൾ, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുക്കുന്നതും എഴുത്തുകാരൻ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ സർഗസിദ്ധി കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത് വായിക്കാനുള്ളതാണ്. അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭൂതി, നമുക്ക് കിട്ടുന്ന അറിവുണ്ട്. അവിടെ നിന്ന് എല്ലാ അറിവുണ്ട്. വൈജ്ഞാനിക സാഹിത്യത്തിൽ നിന്ന് മാത്രമല്ല അറിവ് കിട്ടുന്നത്, അല്ലാത്ത സർഗാത്മക സാഹിത്യത്തിൽ നിന്നും അറിവും ഈ മനുഷ്യാവസ്ഥകളെക്കുറിച്ചും ജീവിതാവസ്ഥകളെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകും നമുക്ക്. മറ്റുള്ളവൻ്റെ, ഞാനിപ്പോൾ പി കെ രാജശേഖരനോട് പറയായിരുന്നു, മുയൽ വേട്ട എന്ന് പറയുന്ന NS മാധവൻ്റെ ഒരു കഥ ഞാൻ ചെറുപ്പത്തിൽ വായിച്ചാണ്. അത് ഈ മുയലിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. ഈ നിറതോകിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുയലിൻ്റെ കണ്ണിൽ നോക്കുന്ന ഒരു ഭീതിയുണ്ട്. അപ്പം എൻ്റെ പ്രായത്തിൽ ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് അങ്ങനെ ഇതൊക്കെ കാണുന്ന ഒരാളാണ്. ഞാൻ അന്ന് ആ മുയലിൻ്റെ കണ്ണിലേക്ക് നോക്കിയെന്ന് പറയുന്നത്, പിന്നെ ഞാൻ മൃഗങ്ങളുടെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി. ഞാൻ മനുഷ്യൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി. എനിക്ക് ആളുകളുടെ കണ്ണിൽ കാണുന്ന ആ ഒരു ഭീതി, അല്ലെങ്കിൽ അവരുടെ ഉത്കണ്ഠ, അവരുടെ സങ്കടങ്ങൾ എനിക്ക് കണ്ണിൽ നിന്ന് വായിച്ചെടുക്കാൻ തോന്നി. അപ്പോൾ എന്നെ ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് NS മാധവൻ്റെ മുയൽ വേട്ട എന്ന് പറയുന്ന ഒരു കഥയാണ്. എന്തെല്ലാമാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ചെറുതാണെന്ന് നമുക്ക് തോന്നും, പക്ഷെ ജീവിതത്തിൽ നമ്മളെ മാറ്റിമറിക്കുന്ന, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ വരും. ഇപ്പോൾ നേരത്തെ സുരേഷ് കുറുപ്പ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് ചരിത്രം ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ആളാണ്. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി വായിച്ചിട്ടാണ് ചരിത്രം വായിക്കാൻ തുടങ്ങിയത്. സത്യത്തിൽ ചരിത്രം കവിതയാണെന്ന് ബോധ്യപ്പെടുത്തിയതാണ് നെഹ്റു എന്ന് പറയുന്നത്. എനിക്ക് പരിസ്ഥിതിയെക്കുറിച്ച് എൻ്റെ ചിന്ത വന്നത്, അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളിൽ നൈനിറ്റാൾ ജയിലിൽ കിടക്കുന്ന കിളിവാതിലൂടെ ഹിമവാന കാണുന്നത് നെഹ്റു പറയുന്നുണ്ട്. എന്തൊരു രസകരമായിട്ടാണ് പറയുന്നത്. ഋതുഭേദങ്ങൾ മാറി മറയുന്നത്, ഇങ്ങനെ ശരത്കാലവും എല്ലാം സമ്മറും എല്ലാം മാറി മാറി മറയുന്നത് കിളിവാതിലൂടെ, ജയിലിൻ്റെ കിളിവാതിലൂടെ പണ്ഡിറ്റ്ജി നോക്കിക്കാണുന്നതാണ്. ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു വിസ്മയത്തെ നോക്കിക്കാണുന്നതാണ്. അപ്പം നമ്മൾ പ്രകൃതിയെക്കുറിച്ച് ഇതൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്നതല്ലോ. എഴുത്തുകാരാണ് അല്ലേ, പലതരത്തിലുള്ള എഴുത്തുകാരാണ് അവരുടെ അറിവുകൾ അവരുടെ പുസ്തകങ്ങളിലേക്ക് പകർന്ന്, ആ പുസ്തകങ്ങളിലൂടെ നമ്മളിലേക്ക് വന്ന്, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ അതിലെ നമുക്ക് എടുക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്ത് മനുഷ്യനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാൻ, ആ ഒരു രാഷ്ട്രീയമാണ് വായന നമുക്ക് സംഭാവന ചെയ്തത്. വായന ആരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. നമ്മൾ ഈ സ്ഥാനമാനങ്ങളുടെ ഒരു പാരാഫർണേലിയ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ രസമാണ്, കുഴപ്പമൊന്നുള്ള കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിൽ പെട്ടുപോയാൽ ഇതെല്ലാം നമ്മൾ വിസ്മരിച്ചു പോകും. അപ്പം അതിൽ പെട്ടുപോകാതെ ഈ സങ്കടങ്ങളെയും ഈ ദൈന്യതയെയും ഈ ജീവിതാവസ്ഥകളെയും ഈ പ്രയാസങ്ങളെയും നിങ്ങൾ നോക്കിക്കാണണം. അതാണ് സുരേഷ് കുറുപ്പ് പറഞ്ഞൊരു കാര്യം. സാമൂഹ്യ സാമ്പത്തിക സമീപനങ്ങളെ നമ്മുടെ മനസ്സിലെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ, ഇപ്പം എവിടെയെങ്കിലും സ്വത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു, അപ്പം നമുക്കറിയാം സ്വത്ത് എവിടെയെങ്കിലും കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഒരുപാട് ഇല്ലാത്ത ആളുകൾ, സ്വത്തുകൾ ഒരുപാട് പേരുടെ കയ്യിൽ ഇല്ലാതാവുകയാണ്. ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നർത്ഥം ഒരുപാട് പേർക്ക് അവർക്ക് അവകാശപ്പെട്ടത് ഇല്ലാതാകുന്നു എന്നുള്ള. അപ്പം നമ്മളെ ടച്ച് ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്പർശിക്കണം. അത് ആരെയോ ബാധിച്ചിട്ടുണ്ട്. ഒരു നടപടി കൊണ്ട്, ഒരു ശ്രമം കൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കൂടുതൽ സ്വത്തുകൾ കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ എവിടെയോ ഒരു സങ്കടം ഉത്ഭവിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകണം. ആ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക സമീപനങ്ങളെയും ജീവിതത്തിലെ കാഴ്ചപ്പാടുകളെയും ആണ് വായന നമുക്ക് രൂപപ്പെടുത്തി തന്നത്. അതെ, വി.ഡി. സതീശൻ പറഞ്ഞ സർഗാത്മക സാഹിത്യവും നമ്മളെ വൈജ്ഞാനിക സാഹിത്യം പോലെ
നേരിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് സർഗാത്മക സാഹിത്യവും. നേരത്തെ പറഞ്ഞതുപോലെ ഈ എഴുത്തുകാരൻ ജീവിക്കുന്നത് ഒരു ശൂന്യതയിലല്ല, ഒരു സവിശേഷ സ്ഥലകാലത്തിലായതുകൊണ്ട് അദ്ദേഹത്തെ ഈ എഴുതുന്ന ആളെ സ്വാധീനിക്കുന്ന ചില പ്രത്യയശാസ്ത്ര സങ്കല്പനങ്ങളുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ എഴുത്തിൽ പ്രകടിതമാകുന്നത്. നമ്മളിപ്പോൾ നോക്കിയാൽ ഈ വായന മനുഷ്യനെ നന്നാക്കുമെന്ന് നമ്മൾ പറയുന്നത് നല്ല എഴുത്തിനെയും നല്ല സാഹിത്യത്തെയും നല്ല പുസ്തകങ്ങളെയും മാത്രം സൂചിപ്പിച്ചുകൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പോപ്പുലർ സിനിമകൾ മഹാഭൂരിപക്ഷം അക്ഷരം എഴുതാത്ത ആളുകൾക്ക് പോലും പ്രാപ്യമായിട്ടുള്ള, അക്ഷരം വായിക്കാൻ അറിയാത്ത സാധാരണ മനുഷ്യർക്ക് പോലും പ്രാപ്യമായിട്ടുള്ളതാണ് നമ്മുടെ പോപ്പുലർ സിനിമയും പോപ്പുലർ ലിറ്ററേച്ചറും. ഈ സാഹിത്യം, ഈ എഴുത്തുകാർ, ഈ സംവിധായകർ ആവിഷ്കരിക്കുന്ന നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച ചിത്രങ്ങൾ, അതിൽ ആവിഷ്കരിക്കപ്പെടുന്ന സ്ത്രീകളെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം പാവപ്പെട്ടവരെക്കുറിച്ച്, അധ്വാനിക്കുന്നവരെക്കുറിച്ച്, രാഷ്ട്രീയ പ്രവർത്തകരെക്കുറിച്ച് പോലും പുച്ഛം ഭാവിക്കുന്ന, സ്ത്രീകൾ അത് രണ്ടാം കിടക്കാരാണെന്ന് സ്ഥാപിക്കുന്ന, അവർ അടിച്ചമർത്താൻ യോഗ്യരായിട്ടുള്ള താഴേക്കിടയിൽ നിൽക്കേണ്ടവരാണെന്ന ബോധം, ഇതെല്ലാം ഈ പോപ്പുലർ ലിറ്ററേച്ചറും പോപ്പുലർ സാഹിത്യവും പ്രചരിപ്പിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ നിർദോഷമാണെന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന ഒരു സവർണ ഫ്യൂഡൽ വ്യവസ്ഥയെ പരോക്ഷമായി പിന്തുണയ്ക്കാനും കൂടി ചെയ്യുന്ന, അപ്പം അതിലൊരു പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഈ നമ്മൾ നിർദോഷമെന്ന് കരുതുന്ന പ്രൊപ്പഗാൻഡയൊന്നും അല്ലാത്ത സാഹിത്യകൃതികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ടെലിവിഷൻ ചാനലിൽ ഇരുന്നു കൊണ്ട് പിന്നെ ഈ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ ലജ്ജയില്ലാത്ത അക്കാഡമിക്കുകൾ പോലുമുള്ള ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയിട്ടുള്ളത്. സുരേഷ് കുറുപ്പ് പറഞ്ഞതുപോലെ ഈ വായനയുടെ അതാണ് വാസ്തവത്തിൽ വായനയുടെ രാഷ്ട്രീയമെന്ന് പറയുന്നത്. ഒരു പാഠത്തെ, ഒരു ടെക്സ്റ്റിനെ എങ്ങനെ വായിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വലിയ സംഗതിയാണ്. അതൊരു സാഹിത്യ സൈദ്ധാന്തിക ചർച്ചയിൽ കൊണ്ടുവരേണ്ടതാണ്. എങ്കിലും ഈ സാഹിത്യത്തിൻ്റെ അല്ലെങ്കിൽ വായന കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ലതും തീയതുമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഗ്രന്ഥശാലകൾ സാധാരണക്കാർക്ക് കേരളത്തെ ഒരു പരിഷ്കൃത സമൂഹമാക്കുന്നതിൽ നമ്മുടെ ഗ്രാമീണ വായനശാലകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ പൈങ്കിളി സാഹിത്യം എന്നൊക്കെ വിളിക്കുന്ന മട്ടിലുള്ള ചില സാഹിത്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വായന വാസ്തവത്തിൽ കേരളീയ സമൂഹത്തെ, വ്യക്തികളെന്ന നിലയിലല്ലാതെ ഈ വായനയും ലിറ്ററസിയും ഒക്കെ കേരള സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ അഥവാ ഇന്ന് കാണുന്ന മട്ടിലാക്കുന്നതിൽ എന്ത് തരം റോളാണ് വഹിച്ചിട്ടുള്ളത്? കേരള സമൂഹത്തെ മാറ്റി തീർക്കുന്നതിൽ തീർച്ചയായിട്ടും വായനയും ഗ്രന്ഥശാലകളും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ കേരള സമൂഹത്തെ മാറ്റുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയവും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റുകളും അതിൽ വന്ന നിയമനിർമ്മാണങ്ങളും അതെല്ലാമാണ് പ്രധാനമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പിന്നിൽ വായനയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നിങ്ങളീ ജോണി പറഞ്ഞ മാതിരി ഈ സിനിമയിലും വായനയിലും എല്ലാം ഏറ്റവും പ്രതിലോമകരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളും സിനിമകളും ഉണ്ട്. അതൊരു വശത്തുണ്ട്, അത് എപ്പോഴുമുണ്ട്, എല്ലാ കാലത്തുമുണ്ട്. പക്ഷേ അതിനെ വേർതിരിച്ച് കാണുകയും അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വായനക്കാരൻ എന്നുള്ള നിലയിലും ഒരു നല്ല സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലും നമ്മുടെ ചുമതല. അപ്പം ഞാൻ ആ ഭാഗത്തേക്കല്ല കിടക്കുന്നത്. വായന, സതീശൻ ഇവിടെ പറഞ്ഞ മാതിരി നമ്മളെ കൂടുതൽ ഹ്യൂമെയിൻ ആക്കുന്ന ഒന്നാണ്. എൻ്റെ വായനയ്ക്കൊരു പരിമിതിയുണ്ട്. ഞാൻ കൂടുതൽ ഫിക്ഷൻ, ജീവചരിത്രം, ഓട്ടോബയോഗ്രഫി, ഇതെല്ലാം ചരിത്രം, ഇതെല്ലാമാണ് കൂടുതലായി ഇഷ്ടപ്പെടുന്നതും വായിക്കുന്നതും. അപ്പം എന്തിനാണ് ഫിക്ഷൻ വായിക്കുന്നത്? നോവൽ വായിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചാൽ സതീശൻ അതിനൂടെ മറുപടി പറഞ്ഞു. അതായത് നിങ്ങൾ വേറൊരു ജീവിതാവസ്ഥകളും വേറൊരു രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചും എല്ലാ മനുഷ്യാവസ്ഥകളും നിങ്ങൾ മനസ്സിലാക്കുകയാണ് ഒരു നോവൽ വായിക്കുന്നതിലൂടെ. അത് നിങ്ങളെ കൂടുതൽ മനുഷ്യനെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. കൂടുതൽ ജോണി ഇവിടെ പറഞ്ഞ മാതിരി കൂടുതൽ സ്ത്രീകളെ മനസ്സിലാക്കാനും സ്ത്രീകളെ ബഹുമാനിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുകയാണ് ഈ വായന. അങ്ങനെ പല കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്.
എൻ്റെ ജീവിത വീക്ഷണത്തെ മാറ്റിയിട്ടുണ്ട്. ആളുകളെ സഹതാപത്തോടു കൂടി കാണാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് എല്ലാവരെയും സ്വാധീനിച്ചു എന്നാണല്ലോ പാവങ്ങളിലെ ബിഷപ്പ്. ആ ബിഷപ്പ്, നീ മറ്റേ മുന്തിരിക്കാലുകൾ, സ്വർണ്ണ മുന്തിരിക്കാല് നിനക്ക് ഞാൻ തന്നത് നീ ഇവിടെ വെച്ചിട്ട് പോയല്ലോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ഉണ്ടല്ലോ, അത് ജീവിതം മുഴുവൻ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിട്ടുള്ള, ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു ചോദ്യമാണ്. ആ ഒറ്റ ചോദ്യം നിങ്ങളെ കൂടുതൽ ഹ്യൂമൈൻ ആക്കുകയാണ്. അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര കഥാസന്ദർഭങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച, അല്ലെങ്കിൽ എല്ലാ കാലത്തും മലയാളത്തിൽ ഇറങ്ങിയ മികച്ച നോവലിൽ ഒന്നാണ് തപോമയിയുടെ അച്ഛൻ. അപ്പം അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ, അഭയാർത്ഥി ക്യാമ്പുകളിലെ ജീവിതം, അവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതന, ആ യാതനയുടെ ഇടയിലും ആത്മാഭിമാനം കൈവിടാത്ത മനുഷ്യർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, ശുഭാപ്തി വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകൾ, അത് അസാധാരണമായൊരു ജീവിത അനുഭവമാണ് ഈ നോവൽ തരുന്നത്. ഞാനൊരു പെട്ടെന്നൊരു ഉദാഹരണം ഞാൻ അടുത്തിടെ വായിച്ച നോവലായതുകൊണ്ട് പറഞ്ഞെന്നുള്ളത്. അപ്പം ഈ ഫിക്ഷൻ, ചരിത്രത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അതേപോലെ തന്നെ ഓരോരുത്തരുടെ ജീവചരിത്രങ്ങൾ. ഇപ്പോൾ ചാർലി ചാപ്ലിന്റെ പ്രശസ്തമായ ജീവചരിത്രത്തിൽ അമ്മ മാനസിക രോഗിയായിട്ട് മരിക്കുകയാണ്. അന്ന് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ഉണ്ട് അതിനകത്തൊരു ചോദ്യമുണ്ട്. അത്ര ചങ്കിൽ കൊള്ളുന്ന ഒരു ചോദ്യമാണ്. അപ്പം ഇതെല്ലാം പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുകയും നമുക്ക് ഹൃദയ ദ്രവീകരണ ശക്തി ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. അപ്പം വായന ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഞാൻ വായിക്കുന്നത്. വായന ഒരു ലഹരി പോലെ കൊണ്ടു നടക്കുന്ന ഒന്നാണ്. അത് വായന നമുക്ക് ഏറ്റവും ആനന്ദം നൽകുന്ന ഒന്നാണ്. ഈ വായനയുടെ കാര്യം പറയുമ്പോൾ ഈ ചോദ്യവുമായിട്ട് ബന്ധമില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല. അതായത് കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരിൽ, രാഷ്ട്രീയ നേതാക്കന്മാരിൽ 2 വലിയ വായനക്കാരുണ്ട്. 2 പേരെയും നമുക്കെല്ലാം അറിയാവുന്ന ആളുകൾ. ഒന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ വലിയ വായനക്കാരനായിരുന്നു. അച്യുതമേനോൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, ജയിലിൽ കിടക്കുമ്പോൾ ഇവരൊന്നിച്ച് ജയിലിൽ കിടന്ന സമയത്ത് പനമ്പള്ളി ജയിൽ ലൈബ്രറിയിൽ നിന്ന് വാൽമീകി രാമായണവും അതുപോലുള്ള പുസ്തകങ്ങളുമാണ് എടുത്ത് വായിക്കുന്നത്. ആ വായിക്കുന്നതെല്ലാം അദ്ദേഹം ഏതാണ്ട് ഹൃദയസ്ഥമാക്കുന്നത് പോലെ തന്നെ വായിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സുകുമാർ അഴീക്കോടനോട് ഒരാൾ ചോദിച്ചു, അങ്ങേക്കാൾ വലിയൊരു പ്രസംഗൻ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഉണ്ട്, പനമ്പള്ളി ഗോവിന്ദമേനോനാണെന്ന്. അതുപോലെയാണ് പി ഗോവിന്ദപിള്ള. വേറെ ഒരുപാട് വായനക്കാരുണ്ട്. ഞാൻ പനമ്പള്ളിയെ എനിക്കറിയില്ല, പരിചയപ്പെട്ടിട്ടുമില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളൂ. പി ജിയെ ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. പി ജിയെ പോലൊരു വായനക്കാരനെ എൻ്റെ ഈ ചെറിയ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റാരെങ്കിലും ഉണ്ടാവും, ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം വായന ഒരു ലഹരിയായി കൊണ്ടുനടന്നു ഏത് വിഷയത്തെക്കുറിച്ചും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, വായിക്കുന്നതെല്ലാം മനസ്സിലാക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലെ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും മാതൃകയാക്കാവുന്ന ഒരാളാണ് പി ജി എന്നാണ്. അതുപോലെ വായിക്കാൻ ആർക്കെങ്കിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പി ജിയുടെ വായന, കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടിരുന്ന ഒരാൾ, എത്ര കണ്ട് വായിച്ചിരുന്നു, എന്നുപോലെ വായിച്ചിരുന്നു, ഏതെല്ലാം തരത്തിൽ ഉള്ള വിഷയങ്ങളെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സുരേഷ് കുറുപ്പ് പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ വി ഡി സതീശനിലേക്ക് ഒരു ചോദ്യം കൊണ്ടുവരികയാണ്. വായിക്കുന്ന നിരവധി വലിയ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ അറിയാം, പി ജി മാത്രമല്ല EMS തുടങ്ങി എത്രയോ ആളുകൾ ഗംഭീരമായി വായിക്കുന്ന, വലിയ വായനയും മനനവും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ആളുകളുണ്ടായിരുന്നു. നമുക്കറിയാവുന്ന നമ്മുടെ തലമുറയിലെ നമ്മോടൊപ്പം ജീവിക്കുന്ന വി ഡി സതീശൻ വലിയ വായനക്കാരനാണെന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ, ഞങ്ങളുടെ പൊതു സുഹൃത്തുക്കളിൽ നിന്നും അറിയാം, അല്ലാതെയും മലയാളികൾക്കും അറിയാം. ഇത്ര വലിയ വായനക്കാരൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വായിച്ച പുസ്തകങ്ങളുടെ രചയിതാക്കളെ ആ കൃതിയെക്കുറിച്ച് ആസ്വാദനം എന്ന മട്ടിലും വിമർശനം എന്ന മട്ടിലും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ നിയമസഭാ പ്രസംഗം കേൾക്കുമ്പോൾ ഇപ്പം നമുക്കറിയാം, സാഹിത്യം വായിച്ചിട്ടേ ഇല്ലാത്ത പല നേതാക്കളും ഈ പ്രസംഗം, നിയമസഭയിലെ പ്രഭാഷണത്തിന് ഒരു വാർത്താമൂല്യമുണ്ടാക്കാൻ
ചില ഉദ്ധരണികൾ സാഹിത്യത്തിൽ നിന്ന് കൊണ്ടുവരാറുണ്ട്. ഇത്ര വലിയ വായനക്കാരനായ വി ഡി സതീശൻ ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗങ്ങളിലോ നിയമസഭയിലോ രാഷ്ട്രീയം പ്രസംഗത്തിനിടെ സാഹിത്യം ഉദ്ധരിക്കുന്നത് ഞാൻ പൊതുവെ കേട്ടിട്ടില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. അതെന്തുകൊണ്ടാണ് ഇത്ര വലിയ വായനക്കാരനായിട്ടും രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കുറുപ്പ് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. വളരെ യാദൃശ്യമായിട്ടാണ് കുറുപ്പ് പനമ്പള്ളി ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞത്. ഞാൻ കണ്ടിട്ടില്ല അതുവരെ, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുമില്ല. പക്ഷെ അദ്ദേഹം വല്ലാതെ സ്വാധീനിച്ച ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടത് 1970 പെരുമ്പാവൂരിൽ ഒരു ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ 54 കൊല്ലം മുമ്പ് അദ്ദേഹം അന്ന് സംസാരിച്ചത് സൗണ്ട് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പോൾ കുട്ടികളോട് ചോദിച്ചു എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കുട്ടികൾ കളിയാക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരനല്ലേ ആറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം 1.5 മണിക്കൂർ ആറ്റത്തെക്കുറിച്ചും ഫിസിക്സിനെ കുറിച്ചും സംസാരിച്ചു. അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ സ്റ്റാൻഡിങ് ഒവേഷനായിരുന്നു. കുട്ടികളും അധ്യാപകരും കൂടി ഇറങ്ങി. ഇത്രയും ഒരു മനുഷ്യനെ കണ്ടില്ല. പിന്നെ സാഹിത്യ സമ്മേളനത്തിന് പോയിട്ട് വെസ്റ്റേൺ ക്ലാസിക്സ് ഇങ്ങനെ സാഹിത്യകാരന്മാരെക്കാളും മനോഹരമായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പം ഞാനിത് ചെറുപ്പത്തിൽ അദ്ദേഹവുമായിട്ട് ഇടപഴകി ജീവിച്ചിരുന്ന കുറേ ആളുകളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്. അവരെന്നോട് ഇങ്ങനെ പറയും. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം അന്നും എൻ്റെ മനസ്സിലുണ്ട്. വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഇങ്ങനെ ആധികാരികമായി സംസാരിക്കണം. ഒരുപാട് വിഷയങ്ങളിൽ ഇപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്ത വിഷയമാണെങ്കിൽ നമ്മൾ പഠിച്ച് അത് അറിഞ്ഞ് പുസ്തകങ്ങൾ വായിച്ച് അതിനെക്കുറിച്ച് പറയണം. അപ്പം ആ ഒരു ബോധ്യമാണ് ഞാനിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പ്രഭാഷണം നടത്തണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കും. അപ്പോൾ ഞാൻ ആ പുസ്തകങ്ങൾ വായിക്കും. ഇത് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അപ്പോൾ ഞാൻ റേ കസ്വലിൻ്റെ സിംഗുലാരിറ്റീസ് നിയറർ എന്ന് പറയുന്ന പുസ്തകം വായിച്ചു. ഹരാരിയുടെ നെക്സസ് വായിച്ചു. അങ്ങനെ കുറേ പുസ്തകങ്ങൾ ഈ അടുത്ത കാലത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ പുസ്തകം. അത് നമുക്കൊരു ഇതാണ്. അസംബ്ലിയിലെ പ്രസംഗം എന്ന് വെച്ചാൽ കണ്ടൻ്റാണ്, കണ്ടന്റ് ഓറിയൻറ്റഡ് ആണ്. ഇപ്പോൾ ലീഗലായിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ലീഗൽ ഫ്രെയിമിൽ നിന്ന് നമ്മൾ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. ചില വാക്കുകൾ നമ്മൾ വായനയിൽ നിന്ന് വരും. വായനയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഷേക്സ്പിയറെ കോട്ട് ചെയ്ത് അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പുറത്തുനിന്ന് ഷേക്സ്പിയറെ കോട്ട് ചെയ്ത് അതിന് മറുപടി പറയും. അങ്ങനെ പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ ബൈബിള് കോട്ട് ചെയ്തു. ഇപ്പോൾ സജി ചെറിയാൻ ഒരു ദിവസം എന്താണ് നമ്മുടെ മുതലപ്പുഴയിലെ അപകടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ബൈബിൾ കോട്ട് ചെയ്തു. എൻ്റെ കയ്യിൽ മോശയുടെ വടിയൊന്നുമില്ല, കടലെ വഴിമാറിപ്പോവാൻ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് പെട്ടെന്ന് ബൈബിളിലെ വാചകം എനിക്ക് മറുപടിയായിട്ട് പെട്ടെന്ന് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഭരണാധികാരിക്ക് വേണ്ടത് കയ്യിൽ വേണ്ടത് മോശയുടെ വടിയല്ല, ശലോമോന്റെ പ്രാർത്ഥനയാണ്. നിന്റെ പ്രജകളെ നന്നായി നടത്തിക്കൊണ്ടുപോകാൻ ഉള്ള ജ്ഞാനം, വിസ്ഡം എനിക്ക് തരണമേ എന്നുള്ള ശലോമോന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ 6 മാസം മുമ്പേ ഈ വിഷയം തീർന്നേനെന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു, ഞാൻ ബൈബിൾ വായിക്കണ കാരണം ബൈബിളിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വായിക്കും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാഹിത്യകൃതി വായിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ അത് മറുപടി വരും, ഓർമ്മ വരികയും ചെയ്യും. പിന്നെ വാക്കുകൾ വരും, നല്ല വാക്കുകൾ നമുക്ക് വരും, ചില വാചകങ്ങൾ നമ്മൾ വരും. അനാവശ്യമായിട്ട് നമ്മളങ്ങനെ ഒരു ഉദ്ധരണിയായിട്ട് അങ്ങനെ പറയാറില്ല. ഒരു സബ്ജക്റ്റ് പറഞ്ഞാൽ ആ സബ്ജക്റ്റ് പറയുകയും ആ സബ്ജക്റ്റിൽ ഇപ്പം നമ്മളൊരു മെഡിക്കൽ ബില്ലിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മെഡിക്കൽ ടേംസ് വരും. മെഡിക്കൽ ടേംസ് അതുമായിട്ട് സംസാരിക്കുന്ന പുസ്തകം വരും. വ്യത്യസ്തതകളാണ് വായനയുടെ. ഇപ്പം ഞാൻ വായിക്കുന്ന ഒരു പുസ്തകം എന്നെ വിസ്മയിപ്പിച്ചൊരു പുസ്തകം, അത് ഞാൻ പറയാതെ പോയത് ശരിയല്ല. മെനോപോസ് ബ്രെയിൻ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. സാധാരണ സ്ത്രീകൾ വായിക്കുന്ന പുസ്തകമാണ്. പക്ഷെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ വായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു. സ്ത്രീകളുടെ ജീവിതത്തിൽ 3 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഒന്ന് പ്യൂബർട്ടി, ഒന്ന് പ്രഗ്നൻസി, 3 പെരിമെനോപോസ്, പിന്നെ ഈ മെനോപോസ്. ഇത് ഓവറിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ സത്യം പറയാം എൻ്റെ ഭാര്യയോടുള്ള ആറ്റിറ്റ്യൂഡിൽ വരെ ഈ പുസ്തകം വായിച്ചതിന് ശേഷം മാറി. സ്ത്രീകൾ അനുഭവിച്ചു പോരുന്ന ഒരു മാനസികവും ശാരീരികവുമായ ഒരു അവസ്ഥ കുറിച്ച് എന്ത് മനോഹരമായിട്ട് എത്ര റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ്. സ്ത്രീയാണ് ലിസ മെസ്കോണി എന്ന് പറയുന്നത്. എന്തൊരു പുസ്തകമാണ്. ഇപ്പം നമ്മൾ സ്ത്രീകളോട് വളരെ ബഹുമാനത്തോടും ആദരവും കുറേ കൂടെ സ്നേഹവും അവരുടെ സങ്കടങ്ങൾ എത്ര വിഷമത്തിൽ കൂടിയാണ് അവർ പോകുന്നത് എന്നൊക്കെ നമ്മളെ ചിന്തിപ്പിച്ചു ഒരു പുസ്തകമാണ്. ഒരു പുസ്തകത്തിൻ്റെ ഞാൻ മുഴുവൻ വായിച്ചു തീർത്തിട്ട് പോലുമില്ല, 200 പേജ് വായിച്ചുള്ളൂ. വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പുസ്തകം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് എത്ര ഇതാണ്.
ഇപ്പം നേരത്തെ വൈഫ് ഫോണിൽ വിളിക്കുമ്പോൾ പറയുക എനിക്കൊരു തലവേനയാ, നിനക്ക് എപ്പോഴും തലവേനയെന്ന് പറയും. ഇപ്പം ഞാൻ തലവേനയാണെന്ന് പറയുമ്പോൾ ഇപ്പം ഈ പുസ്തകം വായിച്ചു തുടങ്ങി പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. 1 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ വിളിച്ച് നിന്റെ തലവേന മാറിയോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പുസ്തകം, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, ഞാൻ വായിച്ചു തീർത്തിട്ടില്ല സത്യമായിട്ടും, വായിച്ചു തീർക്കാതെ ഞാൻ പറയാം, കുറച്ചുകൂടി ഉണ്ട് വായിക്കാൻ. ഒരു പുസ്തകം നമ്മളെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ ഇപ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച്, ഇപ്പോൾ ഞാൻ പറയുമല്ലോ ഭൂതകാലത്തെക്കുറിച്ചുള്ള വായന, അത് ഇനി മുന്നിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ അറിവും കരുത്തും അല്ലേ ആത്മവിശ്വാസവും എല്ലാമാണ്. എന്താണ് ഭൂതകാലത്ത് സംഭവിച്ചത്, വർത്തമാനകാലത്ത് നമ്മുടെ ചുറ്റുപാടുകളും നടക്കുന്ന കാര്യങ്ങൾ, ഈ ഫ്യൂച്ചറോളജി, ഭാവിയിൽ നടക്കാൻ പോകുന്നു. ഇപ്പോൾ ഹോമോഡിയോസ് ഒക്കെ ഉണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ. ആൽവിൻ ടോഫ്ലറുടെ അല്ലേ ഫ്യൂച്ചർ ഷോക്ക്, തേർഡ് വേവ് എന്ന് പറയാൻ തുടങ്ങിയ ആ പുസ്തകങ്ങളൊക്കെയാണ് ഞങ്ങൾ വായിച്ചു തുടങ്ങിയത്. ഫ്യൂച്ചറോളജിയെ കുറിച്ചുള്ള ആൽവിൻ ടോഫ്ലറുടെ പുസ്തകമാണ്. മേദി ടോഫ്ലറും അദ്ദേഹവും കൂടി എഴുതിയ പുസ്തകങ്ങൾ വായിച്ചു. ഇപ്പോൾ ഹരാരെ ഒരുപാട് പേരെ എഴുതുന്നുണ്ട്. അപ്പോൾ ഭാവിയെക്കുറിച്ച്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇപ്പോൾ യാനിസ് വറോഫാക്കിസിന്റെ ടെക്നോ ഫ്യൂഡലിസം. നമ്മളെ ഇപ്പം ഇരിക്കുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ ആളുകൾ ഒബ്സർവ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള മ്യൂസിക് ഏതാണ്, സിനിമ ഏതാണ്, ഇഷ്ടമുള്ള ആക്ടർ ആരാണ്, ഇഷ്ടമുള്ള ഫുഡ് ഏതാണെന്ന് ഒരു സ്ഥലത്തിരുന്ന് നിരീക്ഷിക്കുകയാണ്. എന്നിട്ട് നമുക്കിഷ്ടമുള്ള മീഡിയത്തിൽ കൂടി അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുക. നമ്മളൊരു സ്ഥലത്ത് പോകാൻ പോകുമ്പോൾ ഇത് 1200 ഒപ്പീനിയൻ ഈ റിസോർട്ടിനെ കുറിച്ച്, അവിടെ താമസിക്കാന്ന് പറയും. അതിൽ 1100 ഫേക്ക് ആയിരിക്കും. അപ്പം നമ്മളെ കൺട്രോൾ ചെയ്യാണ് വേറെ ആളുകൾ. നമ്മളത് അറിയണ്ടേ. അപ്പൊ ചുറ്റുപാടുകളിൽ നടക്കുന്ന മാറ്റങ്ങൾ, ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, എഴുത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ അറിയണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഇപ്പോൾ പാമുക്കിന്റെ നൈറ്റ് ഓഫ് ദ പ്ലേഗ്, ഇപ്പോൾ 1900 പ്ലേഗ് വന്നാണ് ഓട്ടോമൻ എംപയറിൽ. ഓരോ കാലഘട്ടത്തെ കുറിച്ചില്ല. പഴയ പ്ലേഗ് ഉണ്ട് ഇല്ലേ, പഴയ പ്ലേഗ് വായിച്ചാൽ നമുക്ക് പേടിയാവും. അനന്തമൂർത്തിയുടെ ഒരു പുസ്തകത്തിൽ പ്ലേഗ് ഉണ്ട്. പ്ലേഗിനെ കുറിച്ച്, ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്, ബീയിങ് മോർട്ടൽ എന്ന് പറയുന്ന പുസ്തകം, ഓരോ കാര്യത്തെക്കുറിച്ചും അറിവുകളാണ് പുസ്തകം തന്നെ. വൈജ്ഞാനിക സാഹിത്യം മാത്രമല്ല, സർഗാത്മക സാഹിത്യവും അറിവും കൂടി കൊണ്ടുവരുന്നുണ്ട്. അറിവും അത് സുരേഷ് കുറുപ്പ് കറക്റ്റായിട്ട് അത് ഡിഫൈൻ ചെയ്തു. നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ രൂപപ്പെടുത്തിയെടുക്കുന്നില്ല. ഞാനത് കോസ്മെറ്റിക് ചേഞ്ച് അല്ല അതിൻ്റെ അകത്ത് ഉള്ളത്. അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം. നമ്മൾ ഇരുമ്പൊലക്കേടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന പല സാധനങ്ങളുണ്ട്. നമ്മുടെ അഭിപ്രായമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സാധനങ്ങൾ. പക്ഷെ വായനയും എഴുത്തുകാരനും അത് ഇരുമ്പൊലക്കെ അല്ല എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി, നമ്മുടെ അഭിപ്രായത്തെ, നമ്മുടെ നിരീക്ഷണത്തെ, നമ്മുടെ ലോകവീക്ഷണത്തെ, നമ്മുടെ സമീപനങ്ങളെ, നമ്മുടെ ഭാഷയെ എല്ലാം വല്ലാതെ സ്വാധീനിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇത് പറഞ്ഞത് കറക്റ്റാണ്. വായന നമുക്കിപ്പോൾ ലഹരിയെ വായിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. വായിച്ചില്ലെങ്കിൽ നമ്മൾ പുറയിലേക്ക് പോകുന്നതാണ്. എനിക്ക് പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അസുഖം ഉണ്ടായിരുന്നു. ഞാൻ വായിക്കാത്തൊരു പുസ്തകം വേറെ ആരെങ്കിലും വായിച്ചെന്ന് പറഞ്ഞാൽ എനിക്കന്ന് ഡിപ്രഷൻ വരുമായിരുന്നു അന്ന്. ഇപ്പം ഇല്ല, കുറച്ചുണ്ട്. ഇപ്പം ഞാൻ തപോമയുടെ അച്ഛൻ വായിച്ചില്ല, അപ്പം എനിക്കൊരു വിഷമമായി. ഞാൻ മാതൃഭൂമി ഇപ്പോൾ സേംസുടി ഇരിക്കുന്നുണ്ട്. മാതൃഭൂമി ഇപ്രാവശ്യം അതിമനോഹരമായ ഒരുപാട് മലയാള പുസ്തകങ്ങൾ ഈ പ്രാവശ്യം തന്നു. ആത്രേയകം തന്നു, മരണവംശം തന്നു അല്ലെ, സോണിയ ചെറിയാൻ്റെ സ്നോ ലോട്ടസ് തന്നു, ഭാരം ഇത് വായിച്ചട്ടോ. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ വായിച്ചില്ല, അതിന് മുമ്പുള്ള നോവൽ വായിച്ച് ജ്ഞാനഭാരം. അതുപോലെ സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം. എത്ര പുസ്തകമാണ് ഇറങ്ങിയത്. അതുപോലെ ഹരീഷിൻ്റെ പട്ടുനൂൽപ്പുഴു, അത് DC ആണെന്നോ, പട്ടുനൂൽപ്പുഴു ഇറങ്ങി. മലയാളം ഈ വർഷം മലയാളത്തിലെ അതിമനോഹരമായ കുറേ പുസ്തകങ്ങൾ ഇറങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു വർഷമാണ്. ഞാൻ എന്നിട്ട് 1-ാം തീയതി കഴിഞ്ഞപ്പോൾ സേംസ് വിളിച്ചു, മാതൃഭൂമിയെ എന്ന് വിളിച്ച് അഭിനന്ദിച്ചു. അപ്പോൾ ഞാനല്ല, എൻ്റെ മോളാണ് പുസ്തകം നോക്കണേന്ന് പറഞ്ഞു, മയൂരിയാണ് അല്ലെ. ഒരു കേരളത്തിലൊരു നല്ല ഇതാണ്. നല്ല പുസ്തകങ്ങൾ, നല്ല പുതിയ എഴുത്തുകാർ, ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നല്ലതായിട്ട്. അതാണ് ജോൺ ചേട്ടൻ പറഞ്ഞത്, ചില പുസ്തകം വായിച്ചാൽ എഴുത്തുകാരനെ വിളിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ മനുഷ്യൻ്റെ ഒരു ആമുഖം വായിച്ചിട്ട് ഞാൻ 2 മണിക്കാണ് വായിച്ചു തീർത്തത്. എനിക്ക് വെളുപ്പം രാത്രി എങ്ങനെ 2 മണിക്ക് സുഭാഷിനെ വിളിക്കുന്നത്. സുഭാഷ് അതിന് മുമ്പ് വിളിച്ചിട്ടില്ല. ഞാൻ സുഭാഷൻ തന്നെ രാവിലെ 7 മണിക്ക് വിളിച്ചോളത്. ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അത് വായിച്ചാൽ വിളിക്കാതിരിക്കുമോ? എന്തൊരു പുസ്തകമാണ്. അങ്ങനെ മലയാളത്തിൽ നമുക്ക് വിഷമമൊക്കെ ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി നല്ല എഴുത്തുകാരും ഒരുപാട് ആളുകളും വരുന്നുണ്ട്. പിന്നെ ലോക സാഹിത്യം മലയാളത്തിലേക്ക് ഒരുപാട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്.
നമുക്ക് മറ്റ് ഭാഷകൾ വായിക്കാൻ പറ്റാത്തവർക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കും. ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ വരികയാണ്. മലയാളിയിൽ തന്നെ നല്ല ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വരികയാണ്. നുസൈബ കണ്ണനാരി ഇവിടെയുണ്ട്, സഹറു ഇവിടെ ഉണ്ടായിരുന്നു. സഹറുവിൻ്റെ മനോഹരമായ പുസ്തകമാണ് വെസ്റ്റ്ലാൻഡ് പബ്ലിഷ് ചെയ്ത്. സഹറുവിൻ്റെ അടുത്ത പുസ്തകം പെൻഗിൻ പബ്ലിഷ് ചെയ്യാൻ പോവാ. ഞാൻ ആ പുസ്തകം ആദ്യം വായിച്ചതാണ്, സഹറുവിൻ്റെ പുസ്തകം. ഞാൻ ഞെട്ടിപ്പോയി. മലയാളിയായ ഒരു നാട്ടുമ്പുറത്തുകാരൻ ഇംഗ്ലീഷിൽ അതിമനോഹരമായ ഒരു നോവലാണ് ക്രോണിക്കിൾ ഓഫ് 1.5 hours എന്ന് പറഞ്ഞ് വായിക്കുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ എഴുത്തുകാർ മലയാളത്തിലുണ്ടാവട്ടെ, ഒരുപാട് വായനക്കാർ ഉണ്ടാവട്ടെ. വായന നമ്മളെ എല്ലാവരെയും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിപ്പിക്കാനും അവരെ ചേർത്ത് നിർത്താനും അവരെ ഹൃദയത്തിലേറ്റാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കും. നമ്മളിതൊരു വലിയ സൊസൈറ്റിയാണ്. ഒരുപാട് ജ്ഞാനികളൊന്നും ആയില്ലെങ്കിലും ജീവിതാവസ്ഥകളെക്കുറിച്ചും സങ്കടങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് കൂട്ടായി നടത്തുന്ന ശ്രമമാണ് വായന. നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ ഉത്തരവാദിത്ത ബോധത്തിലേക്കും ആ ലോകവീക്ഷണത്തിലേക്കുമാണ്. ഈ ഒരു ചടങ്ങിലത് പങ്കെടുക്കാൻ പറ്റതില്ല. സുരേഷ് കുറുപ്പിൻ്റെ കൂടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം. നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളാണെങ്കിലും ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിതന്മാരും പുസ്തകമൊക്കെ വായിച്ചാൽ പരസ്പരം പങ്കുവയ്ക്കുന്നവരും പല കാര്യങ്ങളിലും അഭിപ്രായം സംസാരിച്ച് അവസാനം ഒരഭിപ്രായത്തിൽ എത്താൻ പറ്റുന്നവരുമാണ് ഞങ്ങൾ. അതിനിടയിൽ ജോണി ചേട്ടനും കൂടി വന്നപ്പോൾ അത് രസകരമായി, സന്തോഷമായി. വായനയുടെ രാഷ്ട്രീയമാണ് ഇന്നത്തെ ചർച്ചാ വിഷയം എന്നതുകൊണ്ട് സുരേഷ് കുറുപ്പിനോടും അദ്ദേഹം വി.ഡി. സതീശൻ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിൽ നേരത്തെ ഇടപെട്ടതാണ്. സമീപകാലത്ത് നമ്മുടെ നാട്ടിലെ ഈ എഴുത്തുകാരും സാഹിത്യം എഴുതുന്ന ആൾക്കാരാണ് പബ്ലിക് ഇൻ്റലക്ച്വൽസും ഒക്കെ ആയിട്ട് പൊതുകാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാം. ക്രിയേറ്റീവ് റൈറ്റേഴ്സാണ് കൂടുതലും പൊതു കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് KR മീരയുടെ ഒരു ഒരു ചെറിയ കുറിപ്പ് വരികയുണ്ടായി. ആ കുറിപ്പിൽ ഗാന്ധിജിയെ തുടച്ചു നീക്കാൻ ഹിന്ദു മഹാസഭയോടൊപ്പം 75 കൊല്ലമായി കോൺഗ്രസും ശ്രമിക്കുന്നു എന്ന മട്ടിലാണ് പറഞ്ഞത്. ചരിത്രവിരുദ്ധമായ ഏത് ഇന്ത്യ ചരിത്രം വായിച്ചിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന ആർക്കും അറിയാം അത് വസ്തുതാവിരുദ്ധമാണെന്ന്. പക്ഷേ സാഹിത്യകാരന്മാർ എഴുതുമ്പോൾ അത് ഒരു വിഭാഗം വായനക്കാരെയെങ്കിലും അത് സ്വാധീനിക്കും. ഇപ്പോൾ വായനയുടെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഈ എഴുത്തുകാരുടെ അജ്ഞതയും ചരിത്രപരമായ അജ്ഞതയും നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓരോ വാചകത്തിലുള്ള കമൻറ്റൂടെ പറഞ്ഞ് നമുക്ക് പ്രേക്ഷകരിലേക്ക് പോവാം. എഴുതിയ കുറിപ്പ് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ചരിത്രവിരുദ്ധമായ ഒരു കാര്യമാണ്. കോൺഗ്രസിന് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്. അതൊന്നും പറയാനുള്ള ഒരു വേദി അല്ലിത്. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിഭാഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാർഗദർശനം നൽകുന്നത് മഹാത്മാഗാന്ധിയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ കാരണം എന്താ? ജീവിതകാലം മുഴുവൻ ഹിന്ദുവായി ജീവിച്ച ഒരാൾ അതേസമയം ഈ ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്കാരങ്ങളും മതങ്ങളും സ്നേഹത്തോടെ കഴിയണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിതം ഹോമിക്കുകയും ചെയ്ത ഒരാൾ. അതുകൊണ്ട് ഈ വർഗീയ ശക്തികൾക്ക് മഹാത്മാഗാന്ധിയെ അത്ര എളുപ്പം പിടികൂടാൻ പറ്റത്തില്ല. നെഹ്റുവിനെ പിടിക്കാം. കാരണം എന്താ? നെഹ്റുവിനെ അവർക്ക് വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാം. അവർക്ക് നെഹ്റുവിനെ പറ്റി കള്ളക്കഥകൾ ഉണ്ടാക്കാം. കാരണം നെഹ്റു ഒരിക്കലും ഒരു മതവിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്നില്ല. ഹിന്ദുമത തത്വങ്ങൾ ജീവിതത്തിൽ പിന്തുടർന്ന ഒരാളല്ല. അദ്ദേഹം അത് എപ്പോഴും പറഞ്ഞിട്ടുള്ള അദ്ദേഹം ജീവിതം അങ്ങനെയാണ്. നേരെ മറിച്ച് മഹാത്മാഗാന്ധി അതല്ലല്ലോ. മഹാത്മാഗാന്ധി ഹിന്ദുവായി ജീവിക്കുകയും ഇന്ത്യ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഹൃദയത്തോട് ചേർക്കുകയും ചെയ്ത ഒരാളാണ്, അല്ലേ? അതാണ് മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം. അപ്പം ഗാന്ധിജിയെ കോൺഗ്രസ് ഇകഴ്ത്തി ഇനി അതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ഒന്നും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊന്നും പറയേണ്ട സമയമല്ല. അങ്ങനെയുണ്ടല്ലോ. അതായത് ഇന്നത്തെ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം. ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഏതൊക്കെയാണ് നമുക്ക് ആരൊക്കെയാണ് കൂട്ടേണ്ടത്, എന്തൊക്കെയാണ് കൂട്ടേണ്ടത്, ആരെയൊക്കെയാണ് കൂട്ടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകണം. അതിന് ആരെയും കൂട്ടണം, എല്ലാവരെയും കൂട്ടണം. പൊതുശത്രുവിനെതിരായിട്ട് എല്ലാവരെയും കൂട്ടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന് ഏറ്റവും, അതായത് ഒരു വർഗീയ ശക്തികൾക്കും തൊടാൻ പറ്റില്ല മഹാത്മാഗാന്ധിയെ.
അവർ വിചാരിച്ചാൽ മഹാത്മാഗാന്ധിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതാണ് അവർ ഗാന്ധിജിയെ പതുക്കെ സ്വായത്തമാക്കാൻ നോക്കുന്നുണ്ട് ഹിന്ദുത്വ ശക്തി. ഗാന്ധിയെ മാത്രമല്ല, ഇവർ പറയുന്ന കേട്ടതൊന്നും സർദാർ പട്ടേലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വർഗീയവാദിയായി ജീവിച്ച ആളെന്ന് തോന്നുന്നു. സ്വാമി വിവേകാനന്ദൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ഇവര് ഈ ദേശീയതയുടെ ചിഹ്നങ്ങൾ പലതും സ്വന്തമാക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ സ്വന്തമാക്കാൻ നമ്മൾ അനുവദിക്കരുത്. അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി അത് അനുവദിച്ചതിൽ കോൺഗ്രസിന് പങ്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാഷ്ട്രീയം പറയല്ല, രാഷ്ട്രീയമേ അല്ല പറയുന്നു. കോൺഗ്രസിന്റെ ഒരു നിസ്സംഗതയോടുകൂടിയ സമീപനം ഈ സർദാർ പട്ടേലിന്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ കൺക്ലൂഡ് ചെയ്യാം. ഞാനത് അവരെഴുതാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, ആർക്കും ആരെയും വിമർശിക്കുക. പക്ഷെ അവരെഴുതിയ ഒരു വാചകത്തിൽ ഒരു കോൺഗ്രസ് വിരുദ്ധതയുണ്ട്. അത് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നതല്ല കോൺഗ്രസ് വിരുദ്ധത. അത് അപ്പം ഞാനതിന് മറുപടി കൊടുത്തു. ഞാനതിന് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, ഇത്തരം കാര്യങ്ങളുടെ നിലപാട്. ഈ കുറിപ്പ് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട് അതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ഈ സെക്യുലറിസം എന്നുള്ള വാക്ക്, വെസ്റ്റേൺ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയനാണ്, മതത്തിന്റെ നിരാസമാണ്. ഇന്ത്യൻ സെക്യുലറിസം റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, ഇൻക്ലൂഷൻ ഓഫ് റിലീജിയൻ ആണ്. അതാണ് ഗാന്ധി പറയുന്നത്. ഞാൻ ഹിന്ദുമത വിശ്വാസിയാണ്. ഞാൻ ഹിന്ദുമത വിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെ എൻ്റെ സഹോദര മതത്തിൽപ്പെട്ട ഒരാളുടെ നേർക്ക്, അയാളുടെ അവകാശങ്ങളുടെ നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് അയാളുടെ മതപരമായ അവകാശങ്ങൾ ഞാൻ സംരക്ഷിക്കും. അപ്പോഴാണ് ഇന്ത്യൻ സെക്യുലറിസം പൂർണ്ണമാകുന്നത്. അവർക്ക് ഇന്ത്യൻ സെക്യുലറിസത്തെ കുറിച്ചുള്ള ഒരു അജ്ഞത കൂടിയുണ്ട് അവർക്ക്. കോൺഗ്രസ് ആ ഗാന്ധിയൻ സെക്യുലറിസമാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയമായി മൃദു ഹിന്ദുത്വം എന്നൊക്കെ പറയും. അത് ആരെയും തള്ളിപ്പറയുന്നതല്ല, അത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതാണത്. ഇപ്പൊ തന്നെ ഒരു ഫൈറ്റ് നടക്കുന്നത്, ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റാണ് ഇന്ത്യയിൽ ഇപ്പം നടക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഭവത്തിനെതിരായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പാണ് നടക്കുന്നത്. അത് കോൺഗ്രസ് അതിന്റെ നേതൃത്വത്തിൽ, കോൺഗ്രസിന് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എല്ലാവരും വേണമെന്നുള്ള അഭിപ്രായക്കാരാണ്. ഞാൻ കുറിപ്പ് പറഞ്ഞതുപോലെ കോൺഗ്രസ് അതിന്റെ നേതൃത്വത്തിലാണ്. കോൺഗ്രസ് അതിന്റെ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ അവരിപ്പോൾ കഴിഞ്ഞ ദിവസം 2010 എഴുതിയ അവരുടെ ഒരു പുസ്തകത്തിന്റെ പേജ് കൂടി പുറത്തു വന്നപ്പോൾ എനിക്കത് ബോധ്യമായി. ഞാനത് പറയുന്നില്ല, എനിക്ക് പറയാൻ നാണമുണ്ട്. 2010 അവർ എഴുതിയ ഒരു നോവലിലെ ഒരു 2 പേജ് ഇപ്പൊ ഇന്നലെ ആരോ പുറത്തു വിട്ടു. ഭാഗ്യത്തിന് അത് കേരളത്തിൽ ആരും വായിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് വായിച്ച ആ പേജ് കൂടി വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ഞാൻ പറഞ്ഞ ഒരു ആക്ഷേപമായിട്ടല്ല, ഒരു ആരോപണം, അത് പൂർണ്ണമായി അടിവര ഇടുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്തുണ്ടാവും. വിമർശിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. വിമർശിച്ചോട്ടെ, ഞങ്ങളത് മറുപടിയും പറഞ്ഞോളാം. നമ്മുടെ അനുവദിക്കപ്പെട്ട സമയം തീർന്നതുകൊണ്ട്, പക്ഷെ 5 മിനിറ്റ് ഉണ്ട്. ഒരാൾക്ക് ഇവരോട് ആരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രണ്ടു പേർക്ക് ചോദിക്കാനുള്ള സമയം ചുരുക്കി ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാനും സമയം കിട്ടും. പ്ലീസ്, ആർക്കാണ് എന്ന് പറഞ്ഞാൽ മൈക്ക്. ഹലോ സർ, എനിക്ക് വി ഡി സതീശൻ സാറിനോടാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയിൽ വായിച്ചു വളർന്നവരും വായിക്കാതെ വളഞ്ഞവരും തമ്മിലുള്ളൊരു സംവാദം ഉണ്ടാകുമ്പോൾ സാറിന് മനസ്സിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടാകാറില്ലേ? ഇവരിങ്ങനെ വായിക്കാതെ വളഞ്ഞ് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇത് കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു വിഷമം സാറിനുണ്ടാവുകയും, സാറിന് പിന്നെ എൻ്റെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഈ തിരക്കിനിടയിൽ സാറിന് ഇപ്പോഴും ഇത്രത്തോളം പുസ്തകങ്ങൾ വായിക്കാൻ സമയം കിട്ടുന്നു? ഞാനിത് എല്ലാവരും വായിക്കണമെന്നില്ലല്ലോ. കുറേ പേർക്ക് വായിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, കുറേ പേർക്ക് ജീവിതാനുഭവങ്ങളും ഉണ്ടാവും. ജീവിതാനുഭവങ്ങളെ നമ്മൾ നിസ്സാരമായിട്ട് കാണണ്ട. വായിക്കാൻ എല്ലാവരും നമ്മൾ പ്രേരിപ്പിക്കുക. പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട, ഞാൻ എൻ്റെ കൂടെയുള്ള പുതിയ തലമുറയിൽപ്പെട്ട എല്ലാവരെയും ഞാൻ വഴക്ക് പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്ത് അവരെ വായനക്കാരാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ സമയം എന്ന് പറയുന്നത് എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത്. ഈ ഗാന്ധി, നെഹ്റു എന്തോരം വായിച്ചിരിക്കുന്നത്. അവർക്കൊക്കെ സമയം ഉണ്ടായിരുന്നു. അത് ടൈം മാനേജ്മെൻ്റാണ്. വായിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് വായിച്ചിരിക്കും. നമ്മൾ വായിക്കണം. അത് നമ്മുടെ ഒരു തീരുമാനമാണ്, നമ്മുടെ ഒരു ഡിറ്റർമിനേഷനാണ്. അത് ടൈം മാനേജ് ചെയ്ത് എന്തോരം സമയമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഓരോ കാര്യത്തിനും. അത് ഇത്രയും സമയം ഒരു ദിവസം, ഇത്രയും പേജ് ഒരു ദിവസം വായിക്കും എന്ന് തീരുമാനിച്ചാൽ അത്രയും പേജ് വായിച്ചിരിക്കും. വായിച്ചിട്ടേ കിടക്കുള്ളൂ. ഇനി എങ്ങാൻ കിടക്കാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് ആ തലേ ദിവസത്തെ കടം തീർത്തിട്ടേ